KPCC അധ്യക്ഷൻ പറയുന്നത് ഇതിൽ പോലീസ് അന്വേഷണം വേണമെന്നുള്ളതാണ്. പാർട്ടിയുടെ ഫണ്ട്, പാർട്ടി അണികളിൽ നിന്ന് പിരിച്ച ഫണ്ട് അത് ആർക്കെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുമില്ല, ആരെങ്കിലും സഹായിക്കാമെന്നും വാഗ്ദാനം നൽകിയിട്ടില്ല. അതിൽ പിന്നെ പോലീസ് അന്വേഷണത്തിന്റെ ഒരു സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-ൻ്റെ പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും നിൽക്കുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അതിശക്തനായ പയ്യന്നൂർ പോലത്തെ CPM-ൻ്റെ അതിശക്തമായ ഒരു സ്ഥലത്തുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചത് ചെറിയ ആരോപണമൊന്നുമല്ലോ. ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് 1 കോടി അധികം ഫണ്ട് പിരിച്ച് 46.58 ലക്ഷം രൂപ കാണാനില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനുശേഷം പാർട്ടിയുടെ പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലും വലിയ രൂപത്തിലുള്ള ഫണ്ട് പിരിച്ചു, അതും അതിനകത്ത് കാണാനില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് 2 വ്യാജ റെസീറ്റിൽ ഉണ്ടാക്കി അതിനകത്ത് ഫണ്ട് പിരിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് പാർട്ടി കോടതി മാത്രം തീർത്താൽ മതിയില്ലല്ലോ. പാർട്ടി കോടതി മാത്രം തീർക്കുന്ന വിഷയമല്ലല്ലോ, ഇത് ജനങ്ങളുടെ പണമാണല്ലോ കൈകാര്യം ചെയ്തത്, അല്ലാണ്ട് പാർട്ടി സഹാക്കൾ മാത്രം കൊടുത്തതല്ല. പൊതുജനത്തിൻ്റെ പണത്തിൽ നിന്നാണല്ലോ രക്തസാക്ഷികളുടെ ഫണ്ടും പാർട്ടി ഓഫീസിൻ്റെ ഫണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഫണ്ട് പിരിച്ച് മുക്കിയ ആളുകൾക്കെതിരായി ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ സഖാക്കന്മാരുടെ ഒരു ഗതികേട് എന്നുള്ളതാണ്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. രക്തസാക്ഷി ഫണ്ട് കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പാട്ടുകൾ പാടേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കണ്ണൂർ ജില്ലയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പല മേഖല CPM-ൻ്റെ അധികാര കുത്തകയുടെ ഭാഗമായി ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ കറപ്റ്റഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കാൻ ഒരു മടിയുമില്ലാത്തവർ നക്കുക മുക്കുക നക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഏർപ്പാടിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നു. നമുക്കറിയാം, രക്തസാക്ഷികളോട് വളരെ കൃത്യമായി അവർ പറയുന്ന അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി എന്നുള്ള വിപ്ലവ ഗാനങ്ങൾ പാടുന്നവരാണ്. ആ ആളുകളാണ് ഇവർ. അങ്ങനെ പാടുന്ന ആളുകൾ, ആ രക്തസാക്ഷികളെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവർ, ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് പാർട്ടി സഹാക്കളും പൊതുജനങ്ങളും കൊടുത്ത ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് ഈ ഉണ്ടായ വിശ്വാസ്യതയാണ്, പാർട്ടി അണികളിലുണ്ടാകുന്ന വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സഖാവ്, പയ്യന്നൂരിലെ സഖാവ് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ പോലെ ഒരാൾ, പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ, പയ്യന്നൂരിലെ സഖാക്കന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അത്രയേറെ കരുത്തുള്ളവരാണ്, അതോടെ അക്രമം കാണിക്കാൻ മടിയില്ലാത്തവരാണ്, അക്രമികളാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു കൗൺസിലർ പോലും ജയിലിൽ കിടക്കുന്ന അത്രയും പാർട്ടിയുടെ ക്രിമിനലുകൾ സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു ഈ പറയുന്ന MLA ആയി ഇന്ന് വിരാജിച്ചുകൊണ്ട് ഈ പണം കട്ട് മുന്നോട്ട് പോയ മധുസൂദനൻ എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങളെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് 51 വെട്ടിൻ്റെയും 41 വെട്ടിൻ്റെയും കഥകളി നാട്ടിലുണ്ടാകുമ്പോൾ പാർട്ടിക്കെതിരായി പറഞ്ഞവരെ പാർട്ടി കോടതി ശിക്ഷിക്കുന്ന നിലപാടുള്ള പാർട്ടി, ആ കരുത്തുള്ള പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ തകരാൻ പാടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യത്തോട് അദ്ദേഹം പറഞ്ഞത്. ഒരർത്ഥം എന്ന് പറയുന്നത് ഇലക്ഷന് തൊട്ട് മുൻപാണ് ഈ തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ധ്വനി അതിലുണ്ട്. ഇലക്ഷന് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ TI മധുസൂദന് ഇനി സീറ്റ് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി ഈ വിവാദത്തിന് പിന്നിലുണ്ട് എന്നതാണ് പാർട്ടി ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2016 ജൂലൈയിലാണ് ധനരാജിന്റെ മരണമുണ്ടാകുന്നത്, കൊലപാതകമുണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പലതരത്തിലുള്ള ഈ 3 ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ. 2021 ഇലക്ഷനിലെ ഫണ്ട് ക്രമക്കേട് വരെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ പറ്റിച്ച്, പാർട്ടിയെ കണ്ണുകെട്ടി, പാർട്ടിയുടെ മുഴുവൻ ഓഡിറ്റ് സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുന്ന ഒരാൾക്ക് പിന്നെയും ആദ്യത്തെ തവണ സീറ്റ് കിട്ടുന്നു, രണ്ടാമത്തെ തവണ സീറ്റ് കിട്ടാൻ പോകുന്നു എന്നർത്ഥത്തിൽ പ്രബലനായി നിൽക്കാൻ കഴിയുമോ? ഞാൻ പറയട്ടെ, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യം പൂർത്തിയാക്കുന്ന ഇടയിൽ മാധു ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂരിലിട്ടിട്ടാണ് ഈ CPM-ൻ്റെ DYയുടെ ഗുണ്ടാസംഘം MLA ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ആ MLA ഓഫീസിൽ നിന്ന് ഗുണ്ടകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഗുണ്ടകളാണ് ഞങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ചെയ്യാൻ പാർട്ടി സഖാവ് ചോദ്യം ചെയ്ത വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും മറ്റു പാർട്ടിക്ക് അവകാശമില്ല എന്ന രൂപത്തിലേക്ക് കൈകാര്യം ചെയ്തു വിടും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പയ്യന്നൂരെ രാഷ്ട്രീയം പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള അഴിമതിക്കാരായ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്നവരെ സംരക്ഷിക്കാൻ, കാരണം ഇതിനേക്കാളും വലിയ ആളുകളാണ് മുഖത്തുള്ളത്.
പിന്നെ ഇതിനേക്കാളും വലിയ മൂത്താപ്പമാരാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM നേതാവ് മാത്രം പറയുന്ന ആരോപണമല്ലല്ലോ. അതിനു മുമ്പ് DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി മനു തോമസ് ഉയർത്തിയ ആരോപണമുണ്ടല്ലോ. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P ജയരാജനും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തൽ മനു തോമസിന്റെ ഭാഗത്തുണ്ടായിട്ടല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ണൂരിലെ പാർട്ടി സഖാക്കന്മാർ മുഴുവൻ ഈ 10 വർഷക്കാലത്തെ ഭരണത്തിലും അതിനു മുമ്പും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ സമ്പത്ത്, ആ സമ്പത്ത് കുമിഞ്ഞുകൂടിക്കൊണ്ട് സ്വന്തം പാർട്ടി സഖാക്കൾ പോലെ മറന്നുകൊണ്ട് ഏറ്റവും വലിയ ധനാഢ്യന്മാരും സമ്പന്നന്മാരുമായി മാറി നിൽക്കുന്നതിന്റെ എത്രയെത്ര തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. EP ജയരാജൻ ഇന്നും അദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ റിസോർട്ട് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതും ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിനകത്ത് EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവാണ്. അങ്ങനെ അഴിമതിയും കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു കൂടാരമായി CPM മാറിയിരിക്കുന്നു. ഇതിനകത്തൊരു മാറ്റം വേണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം തകരരുത്, എൻ്റെ ജീവൻ പോയാലും ഈ പ്രസ്ഥാനം തകരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു തിരുത്തലിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ആ രാഷ്ട്രീയത്തെ CPM എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് പറയാനുള്ളത്.